ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നല്ലൊരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. രായിപ്പൊടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതുണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് നിലക്കടല ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം, എന്നിട്ട് വറുത്തെടുക്കണം. നല്ലോണം ആയി വരുന്ന സമയത്ത് നമുക്ക് തീ കൂട്ടിയിട്ട് തന്നെ വെക്കാം കേട്ടോ. പിന്നെ ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് കുറച്ച് മീഡിയം തീയിലാക്കി ഇങ്ങനെ വറുത്തെടുത്താൽ മതി. എന്നിട്ട് അത് നല്ല അങ്ങോട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ അളവ് നമ്മളെ ഇഷ്ടത്തിന് എത്ര വെച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് കുറച്ച് നേരം ഇളക്കി അത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അതിനനുസരിച്ച് ചൂടായി വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് രായിപ്പൊടിയാണ് കേട്ടോ. ഇതാ, അപ്പോൾ അതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെ ഇട്ടൊന്ന് നന്നായി ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. നല്ല ചൂടായി വന്നതിന് ശേഷം ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതും ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കി നന്നായി ഒന്ന് ഇളക്കി യോജിക്കുന്നത് വരെ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് ഇളക്കി ഒന്നുണ്ട് ഒരു മണം വരുന്ന വരെ ഒക്കെ ആക്കട്ടെ. ഞാൻ നല്ല മൂപ്പിച്ചെടുത്തിട്ടില്ല, ഞാൻ കുറച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് തീ ഓഫാക്കി കഴിഞ്ഞ് ചൂടാറി വന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് കടലയും അണ്ടിപ്പരിപ്പും ഒന്ന് പൊടിച്ചിടാം കേട്ടോ. നല്ലോണം പൊടിയുണ്ട് കേട്ടോ. അങ്ങനെ അതും അതിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ശർക്കര നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ഇളം ചൂട് പിന്നെ അതിൻ്റെ ഉരുക്കിയിട്ട് ആ വെള്ളം ഇളം ചൂടിൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുക. ഞാനിതിലേക്ക് കുറച്ചും കൂടി തേങ്ങ എടുത്തൊരു 1/4 കപ്പ് തേങ്ങയും എടുത്ത് അതുപോലെ തന്നെ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല കൈയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ്. ഇനി ചൂടുവെള്ളം ആട്ടെ, നല്ല ചൂടുള്ളതല്ല, ഒരു മീഡിയം ചൂടുള്ള വെള്ളം ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമല്ല, തിളച്ച വെള്ളം എന്നാൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുഴച്ചെടുത്തത്. ഞാൻ കുഴച്ചെടുത്തപ്പോൾ അത് ഒന്നിൻ്റെ ലൂസായി തോന്നിയിട്ടാണ്. കുറച്ച് നെയ്യും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ആദ്യം തന്നെ തോനെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ നെയ്യൊക്കെ കൂട്ടി കുഴച്ചത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതാ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ആയൊരു സ്നാക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. കടലയും പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ എന്നപ്പോൾ രായിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയി തട്ടാൻ ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ശരി, ബൈ, അസ്സലാമു അലൈക്കും.